Hello all, it's me Muttabazim, Business Development Consultant and Managing Director of MBZAD Corporate Solution. നിങ്ങളൊരു ബിസിനസ്മാൻ ആണോ? നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ മടുപ്പ് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് GST എടുക്കാൻ പേടിയുണ്ടോ? GST അതുപോലത്തെ ലീഗൽ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ മടിയുണ്ടോ? ഞാൻ നിങ്ങളോട് ഒരു ഉറപ്പ് തരണം, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഒരു മടിയനാവും എന്നാണ് എനിക്കതിൽ നിങ്ങളോട് പറയാനുള്ളത്. കാരണം നമ്മളൊരു ഏതൊരു സ്ഥാപനവും ഇപ്പോൾ റണ്ണ് ചെയ്യുന്ന പോലെ അല്ല അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ് റെഗുലേഷൻസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ്, അതിനുശേഷമുള്ള GST രജിസ്ട്രേഷൻ, അതുപോലത്തെ എല്ലാ റെഗുലേറ്ററി ലൈസൻസും നമ്മൾ അപ് ടു ഡേറ്റ് ആയി എടുത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെ GST പെട്ടെന്ന് എടുക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാറില്ല. ബട്ട് GST എടുക്കണമെന്നുണ്ടെങ്കിൽ നോർമൽ ഒരു സർവീസ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ ആനുവൽ ടേൺ ഓവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 20 lakh എബൗവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് GST നിർബന്ധമാണ്. അതുപോലെ തന്നെ ട്രേഡിംഗ് ബിസിനസ് അങ്ങനത്തെ റിലേറ്റഡ് ആയി ഗുഡ്സ് സർവീസ് അതർ ദാൻ സർവീസ് അതിൻ്റെ ലിമിറ്റ് വരുന്നത് 40 lakh ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം ഓടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ ഒരു 30 lakh ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ GST രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ GST ഫയൽ ചെയ്ത് തുടങ്ങണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ്, ചെറിയൊരു നിങ്ങളിപ്പോൾ ഒരു സാധാ ഒരു വില്ലേജ് ഏരിയയിലുള്ളൊരു പച്ചക്കറി പലചരക്ക് കട, ഇത് നിങ്ങൾ എന്നും ഇപ്പോൾ ഒരു വർഷം നിങ്ങൾ സാധാ ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോയി സാധാ ഒരു പച്ചക്കറി പീടികയിലുള്ള ലെവൽ. പക്ഷേ അത് നിങ്ങൾക്ക് ഒന്നും കൂടിയും അതിൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചെയ്യും അടുത്ത വർഷം ഒരു 2-3 റൂമും കൂടെ അപ്പുറത്തെടുത്ത് വീണ്ടും നിങ്ങൾ ഡെവലപ്പ് ചെയ്യും. പിന്നെ അതിനുശേഷം നിങ്ങൾ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ചെറിയ സൂപ്പർ മാർക്കറ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയർ, ബില്ലിംഗ് സോഫ്റ്റ്വെയർ കൊണ്ടുവരണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ ഒരു ഓണർ എന്നുള്ള നിലക്ക് നിങ്ങൾ ഒരിക്കലും അതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കരുത്. ഒരു പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ അത് എടുത്ത് കൊടുത്ത് നിങ്ങൾ ആ ബിസിനസ് ആ ഒരു രീതിയിൽ കൊണ്ടുപോകാണ്ട് നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ട് അത് നിങ്ങൾ എന്താണോ ഇത്രയും കാലം, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ സാധനങ്ങളെടുത്ത് കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ട് അവരെ പറയുന്നത് പോലെ അവരുടെ സമയം കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാക്സിമം ബാർഗെയിൻ ചെയ്ത് പർച്ചേസ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്താൻ ശ്രമിക്കുക. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരു മാക്സിമം നിങ്ങളുടെ പ്രോഫിറ്റ് കൂടിയ സാധനങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സിന് കാണുന്ന രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്യുക. അതേപോലെ തന്നെ ഓഫറുകൾ കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഡെയിലി നിങ്ങളുടെ ആ ഒരു പ്ലാനിങ്ങിനെ ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ GST അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ട്, ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഒരിക്കലും സ്റ്റാഫിനെ എടുത്തിട്ട് ഹയർ ചെയ്തിട്ട് GST അതുപോലെ അക്കൗണ്ട്സ് ഇതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെടാം. ചെറിയ കോഴ്സുകൾ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ ഡെയിലി ചെയ്യുന്ന വർക്ക് നിങ്ങൾക്കൊരു ബേർഡനായി തോന്നത്തില്ല. നിങ്ങൾക്കൊന്നും കൂടി എന്തൂസിയാസ്റ്റിക് ആയിട്ട് അടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലത്തേക്ക് നിങ്ങൾ ചിന്തിക്കണം. കാരണം നിങ്ങളുടെ മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ നല്ല രീതിയിൽ, അതേപോലെ നിങ്ങളുടെ കുടുംബത്തേക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈറ്റ് ലൈഫിൽ പ്രഷർ, കൂടുതൽ സമയം കുറേ നേരം വർക്ക് ചെയ്ത് ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ബിസിനസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സ്ഥാപനം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളെപ്പോലുള്ള കൺസൾട്ടൻസി, ഇപ്പോൾ ഞാനൊരു ബിസിനസ് ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനെന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബിസിനസ് കൂട്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു കൺസൾട്ടേഷൻ വേണമെങ്കിൽ എനിക്ക് തരാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ എന്താണോ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എന്താണോ അത് പഠിക്കാനുള്ളൊരു സമയം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലിയർ കട്ട് ഒരു സ്ട്രക്ചർ തരും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു സജഷൻസ്, കൺക്ലൂഷൻ നമുക്ക് തരാൻ പറ്റും.